ലിറ്ററ അറ്റ് ഫിംഗർ ടിപ്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മലയാളം ലിറ്ററേച്ചർ നോക്കിയാലോ. സ്റ്റേറ്റ് സിലബസ് 7ാം ക്ലാസ്സിൻ്റെ മലയാളം കേരള പാഠാവലി ഭാഗം 2. സെക്കൻഡ് പാർട്ടിൻ്റെ ഉള്ളടക്കം നോക്കുകയാണെങ്കിൽ ഇതിൽ പ്രധാനമായും 2 യൂണിറ്റ്സ് ആണ് ഉള്ളത്. യൂണിറ്റ് 4 അരങ്ങൊരുക്കും വർണ്ണക്കാഴ്ചകൾ. അതിൽ 3 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. കാൽവിരലിൽ വിരിയും കവിത, ചിത്രശലഭങ്ങൾ, മീനോളം. അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് ചെറുതിരയിൽ തെളിയും വലിയൊരു ലോകം. ഇതിൽ 3 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. പെയ്തു തീരാത്ത സ്വപ്നം പോലെ, മുത്തശ്ശിക്കഥയിലൂടെ, കിളി അയാളോട് സംസാരിക്കുന്നു എന്നിവയാണ് ആ 3 ചാപ്റ്റേഴ്സ്. അരങ്ങൊരുക്കും വർണ്ണക്കാഴ്ചകൾ. ഈ ഒരു യൂണിറ്റിൻ്റെ ആരംഭത്തിൽ നമുക്ക് ഒരു പിക്ചർ കാണാനായിട്ട് സാധിക്കുന്നു. വളരെ കളർഫുള്ളായ ഒത്തിരി ജീവജാലങ്ങളടങ്ങിയ ഒരു ആവാസ വ്യവസ്ഥ തന്നെ, പ്രകൃതിയെ തന്നെ പോർട്രേ ചെയ്യുന്ന രീതിയിൽ, വരച്ച് കാണിക്കുന്ന രീതിയിലുള്ള ഒരു പിക്ചറാണത്. സോ താഴെ തന്നിരിക്കുന്നു, ചിത്രവായന നടത്തി കണ്ടെത്തലുകൾ അവതരിപ്പിക്കുക എന്ന്. നമുക്കറിയാം, മരം എന്ന് പറയുന്നത് ഒരു ആവാസ വ്യവസ്ഥയാണ്. മരത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒട്ടനവധി ജീവജാലങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷികളും ചിത്രശലഭങ്ങളും മറ്റ് ചെറുപ്രാണികളും ഉൾപ്പെടെ. പരിസ്ഥിതിയിലെ ഓരോ ജീവജാലങ്ങളും ഒന്ന് മറ്റൊന്നിനോട് കണക്റ്റഡാണ്. അതായത് പരിസ്ഥിതിയിലെ ഏതെങ്കിലും ഒരു ജീവജാലത്തിന് വംശനാശം സംഭവിച്ചാൽ അത് എല്ലാ ജീവജാലങ്ങളെയും ഒരുപോലെ തന്നെ അഫക്റ്റ് ചെയ്യും, അഥവാ പ്രതികൂലമായി ബാധിക്കും. അതുപോലെ തന്നെ പ്രകൃതിയിൽ വരുന്ന ഓരോ മാറ്റവും അത് പ്രകൃതിദത്തമായി വരുന്നതാണെങ്കിലും മനുഷ്യരുടെ അനാവശ്യ ഇടപെടലുകൾ മൂലം വരുന്നതാണെങ്കിലും എന്തുതന്നെയുമായിക്കോട്ടെ, അത് ഒരുപോലെ തന്നെ അതിലെ ആവാസ വ്യവസ്ഥയെ ബാധിക്കും. സോ ഈ ഒരു ചിത്രം പ്രകൃതി സംരക്ഷണത്തിൻ്റെയും അതിലെ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിൻ്റെയും എല്ലാം പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ ഇത്രയും ആശയങ്ങൾ വിശകലനം ചെയ്തത് അല്ലെങ്കിൽ ചർച്ച ചെയ്തത് ഈ ഒരു ചിത്രത്തെ ആസ്പദമാക്കിയാണ് അല്ലേ. നമുക്കറിയാം, കേരളത്തിലും ഒരുപാട് കലാരൂപങ്ങൾ നിലനിന്നിരുന്നു എന്നും നിലനിൽക്കുന്നുണ്ട് എന്നും. അതിൽ വരുന്ന ഒരു കലാരൂപമാണ് ചിത്രകല. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വൈവിധ്യമാർന്ന ഒട്ടനവധി ദൃശ്യകലാരൂപങ്ങൾ ഉൾപ്പെടുന്നു. സോ ദൃശ്യകലയുടെ അതേ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു കലാരൂപമാണ് ചിത്രകലയും എന്ന് നമ്മൾ പറഞ്ഞു. സമകാലികമായ സാമൂഹ്യ വിമർശനങ്ങളും അല്ലെങ്കിൽ വെല്ലുവിളികളും പോലുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടുന്നവയാണ് ദൃശ്യകലകളും ചിത്രകലകളും. മനുഷ്യൻ്റെ വികാര വിചാരങ്ങളെ പ്രകാശിപ്പിക്കുന്നവയാണ് കലാരൂപങ്ങൾ. കലാലോകത്തിൽ വൈവിധ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. ഈ വൈവിധ്യം തന്നെയാണ് കലകളെ മഹത്തരമാക്കുന്നതും. കലകൾക്ക് മനുഷ്യ ജീവിതങ്ങളെ വളരെയധികം സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട്. വ്യത്യസ്തതകളെ ചേർത്ത് വയ്ക്കാനുള്ള ചിത്രകാരൻ്റെ കഴിവ് ഈ ഒരു ചിത്രത്തിൽ പ്രകടവുമാണ്. സോ ഈ ഒരു ചിത്രവിശകലനം എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ചിത്രകല ജീവിതത്തെ എങ്ങനെ വിസ്മയിപ്പിക്കുന്നു എന്ന് അറിയിക്കുന്ന ഒരു അനുഭവം നോക്കാം. അതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, കാൽവിരലിൽ വിരിയും കവിത. അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ ഒരു ചാപ്റ്റർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. Thank you for watching my video. Until then, bye bye.